എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുട്ട വെച്ചിട്ട് വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മുട്ട പെരട്ട് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല സ്വാദോടുകൂടി തന്നെ കഴിക്കാനും പറ്റുന്നതുമായ മുട്ട പെരട്ട് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടിയും മസാലയും ഉപയോഗിക്കുന്നില്ല. കുരുമുളകിന്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതും. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റ് ഉള്ളൊരു മുട്ട പെരട്ടാണ്. ഇനിയിപ്പോൾ ചൂട് ചോറിനൊപ്പം കഴിക്കാനും പ്രഭാത ഭക്ഷണങ്ങൾക്കൊപ്പം വിളമ്പാനും സൂപ്പറായിട്ടുള്ള കറിയാണ്. ഇതുവരെയും ഇതുപോലൊരു മുട്ട പെരട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ മുട്ട പെരട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. ഇനി നമുക്ക് മുട്ട പെരട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 8 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുള്ളത്. മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ തോലൊന്നും പൊട്ടാതിരിക്കാനും വേണ്ടിയിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുത്താൽ മതിയാകും. നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മുട്ട വേവിച്ച് അതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതുപോലെ വരകൾ കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് ഭാഗിച്ചും ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നതും. ആദ്യം മുട്ട ഇതുപോലെ വരഞ്ഞ് മാറ്റിയാൽ പിന്നെ നമുക്ക് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഞാനിപ്പോൾ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം പാനിലേക്ക് 2 സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത്. മുഴുവൻ മല്ലിക്ക് പകരമായിട്ട് മല്ലിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ അളവില് കുരുമുളകാണ്. കുരുമുളകിന്റെ കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് പെരിഞ്ചീരകവും. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകമാണ്. നല്ല ജീരകവും പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് തന്നെ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മുരിയിച്ചു കൂടി എടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. തിരക്ക് പിടിച്ച ജോലിയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഈ മസാല നേരത്തെ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനെ നമ്മുടെ മസാല ഇപ്പോൾ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ 3 സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാനിന്റെ ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഈ മസാലകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച് വെക്കേണ്ടതാണ്. അതിനുശേഷം കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താൽ ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. മുട്ട പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കരുത്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 ഭാഗവും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ പാനിൽ നിന്നും മുട്ട എടുത്ത് മാറ്റാം. മുട്ട ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റുവാണ്. മുട്ട പകുത്താണ് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളി നഷ്ടപ്പെടാതെ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് വഴറ്റാം. ഞാനൊരു 3 വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കൊച്ചുള്ളിയും ചേർക്കാവുന്നതാണ്. ഇനി ഈ ഒരു സവാള നല്ല മെറൂൺ കളറിലേക്കൊന്നായി വരണം. അതുവരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതും. സവാള ഇപ്പോൾ മെറൂൺ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ കേടാവാതെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ വാടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം.
കൊടുക്കാം. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ ഇതുപോലൊരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ വഴറ്റുന്ന ചേരുവകളൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ട് അരച്ചു വെച്ചിട്ടില്ല ഈ ഒരു മസാല കൂടെ ചേർക്കാം. മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൂടെ ചേർക്കാം. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു പച്ചമുളകിന്റെ എരിവും നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളകിന്റെ എരിവും മാത്രമാണ് കറിക്ക് കിട്ടുന്നതും. അതുപോലെ തന്നെ മറ്റുള്ള മസാലകളൊന്നും തന്നെ ചേർക്കുന്നുമില്ല. അങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. മസാലകളൊക്കെ നല്ലപോലെ മൂത്ത് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടതും. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഇതിലേക്ക് ചേർത്ത തക്കാളി മുഴുവനും തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് പാകമായി കിട്ടണം. അതുവരെയാണ് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതും. തക്കാളി വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ യോജിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതെല്ലാം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മസാലകളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു പാകമായി കിട്ടാനും വേണ്ടിയിട്ട് മൂടി വെച്ച് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂടി തുറന്ന് വീണ്ടും നമുക്കൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് മുട്ട പെരട്ടാണ്. അതുകൊണ്ട് അധികം ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. മുട്ടയിലെ ഈ ഒരു മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടെ ചേർക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മുട്ടയിൽ ആഴത്തിൽ വരയിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മസാലകളൊക്കെ എളുപ്പത്തിൽ തന്നെ മുട്ടയിലേക്ക് പിടിച്ചും കിട്ടും. ഇനി മസാലയും മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരവും കൂടെ നമുക്ക് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മസാലകളൊക്കെ പിടിച്ച് നമ്മുടെ മുട്ട നല്ല പോലെ പാകമായി കിട്ടും. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം 1 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ ഗ്രേവിയും മുട്ടയും എല്ലാം നല്ല പോലെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. മുട്ടയിലേക്ക് ആഴത്തിൽ വരെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പൊടിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. മസാലകളൊക്കെ മുട്ടയുടെ ഉൾഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചൂട് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും എല്ലാത്തിനും ഈ ഒരു കറി മതിയാകും. ഈ ഒരു റെസിപ്പിയുടെ പാചകവും നമ്മുടെ അമ്മമാരൊക്കെ തയ്യാറാക്കാൻ പഠിപ്പിച്ചു തന്നിരുന്ന പാചക രീതിയാണ്. ഇതുപോലൊരു മുട്ട പെരട്ട് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.